രാജ്യത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ബീഹാറിൽ നിന്നും പുറത്തു വരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിച്ച 3000-ലധികം അധ്യാപകരെ ഒരൊറ്റയടിക്ക് പിരിച്ചുവിടാൻ ബീഹാർ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വലിയ തോതിൽ ക്രമക്കേട് നടന്നു എന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിന്റെ വലിയൊരു പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സർക്കാർ സംവിധാനങ്ങളിലെ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും അഴിമതികൾക്കും പേരുകേട്ട ബീഹാറിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തയും എത്തുന്നത്. വികസന പിന്നോക്കാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ബീഹാറിലെ ജനങ്ങളുടെ, കുട്ടികളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന വലിയ തട്ടിപ്പാണ് സർക്കാർ അധ്യാപകരുടെ നിയമനത്തിൽ നടന്നിരിക്കുന്നത്. ബീഹാർ വിജിലൻസ് ബ്യൂറോ നടത്തിയ ദീർഘവും അതീവ സൂക്ഷ്മവുമായ അന്വേഷണത്തിലാണ് ഈ വൻ ക്രമക്കേട് വെളിച്ചത്ത് വന്നത്. വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രകാരം 3035 അധ്യാപകർക്കെതിരെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയും പിരിച്ചുവിടലും ആരംഭിച്ചിരിക്കുന്നത്. യോഗ്യതയില്ലാത്തവർ വ്യാജരേഖകൾ ചമച്ച് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. ബീഹാറിലെ അധ്യാപക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ബ്യൂറോ നടത്തിയ വിപുലമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. വെറുതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല, വ്യാജരേഖകൾ ചമച്ച് അധ്യാപക തസ്തികകൾ തട്ടിയെടുത്തവർക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ 1830 FIRകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കൂടാതെ ഇവർ സർവീസിലിരുന്ന കാലയളവിൽ സർക്കാർ ഖജനാവിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും പലിശ സഹിതം തിരികെ ഈടാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ നടന്ന നിയമനങ്ങളിലാണ് പ്രധാനമായും ഈ വൻ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു പതിറ്റാണ്ട് കാലം ഈ തട്ടിപ്പ് നീണ്ടുനിന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ വെച്ച് ജോലി നേടിയവർക്ക് നേരെ മാത്രമാണ് സർക്കാർ ഇപ്പോൾ ഈ കടുത്ത നടപടികളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ജോലി നേടാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയാം. PSC പരീക്ഷ നടത്തിയവർ, ഇന്റർവ്യൂ ചെയ്തവർ, സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തവർ എന്ന് തുടങ്ങി വലിയൊരു നെറ്റ്വർക്ക് ഇതിന് പിന്നിലുണ്ടാകുമെന്നത് ഉറപ്പാണ്. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പിന്തുണയില്ലാതെ ഇത്തരമൊരു തട്ടിപ്പ് നടക്കില്ലെന്നതും ഉറപ്പാണ്. നിലവിലുള്ള സ്ഥാപനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും പേരിൽ തയ്യാറാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല ഇവർ ഹാജരാക്കിയത്. നിലവിലില്ലാത്ത, പൂർണ്ണമായും വ്യാജമായ, ഒരിടത്തുമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കോളേജുകളുടെയും പേരിലുള്ള ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളുമാണ് പലരും സർക്കാർ ജോലി നേടാൻ ഹാജരാക്കിയത്. ഇതിൽ നിന്ന് തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഴിമതിയോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത സീറോ ടോളറൻസ് നയമാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി ആവർത്തിക്കുമ്പോഴും ഇതിന്റെ പിന്നണിയിലേക്ക് അന്വേഷണവും നടപടികളും ഉണ്ടാവുമോ എന്നത് കണ്ടു തന്നെ അറിയണം. യോഗ്യതയില്ലാത്ത ഇത്തരം ആളുകൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ ഭാവിയെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നത് ഉറപ്പാണ്. വ്യാജ അധ്യാപകർ മാത്രമല്ല, ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ട്. അതേസമയം വിജിലൻസ് അന്വേഷണം തങ്ങളിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയും വകുപ്പുതല അച്ചടക്ക നടപടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും ചില അധ്യാപകർ ബുദ്ധിപൂർവ്വം ജോലി രാജിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. രാജി സമർപ്പിച്ച് നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉദ്ദേശം. എന്നാൽ രാജിവെച്ചു പോയവരാണെങ്കിലും വ്യാജരേഖ ചമച്ചാണ് ജോലി നേടിയതെന്ന് തെളിഞ്ഞാൽ അവരിൽ നിന്നും കൈപ്പറ്റിയ മുഴുവൻ ശമ്പളത്തുകയും പലിശ സഹിതം തിരിച്ചുപിടിക്കുന്ന അടക്കമുള്ള ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഇത്തരം അഴിമതികൾ കേവലം ബീഹാറിലെ പ്രശ്നം മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരം വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എന്തായാലും ഇത്രയെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ബീഹാർ വിജിലൻസ് തുനിഞ്ഞു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. തട്ടിപ്പിലൂടെ അധ്യാപക വേഷം കെട്ടിയ 3000-ലധികം പേരെ പുറത്താക്കുന്നത് വഴി പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നതും കാത്തിരുന്ന് കാണാം.